ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു അടിപൊളി നെയിൽ കോണാണ് നിങ്ങൾക്കായിട്ട് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നത്. എൻ്റെ സ്വന്തം ബ്രാൻഡായിട്ടുള്ള ഇഷൽ ഡിസൈനിൻ്റെ നെയിൽ കോൺസ് ആണ് കേട്ടോ. ഈ കാണുന്നത് നെയിൽ ലിക്വിഡാണ്. ഈ ഒരു ലിക്വിഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നെയിൽ കോൺസ് എല്ലാം ഉണ്ടാക്കുന്നത്. നെയിൽ ലിക്വിഡ് മാത്രമായിട്ടും നിങ്ങൾക്ക് കിട്ടും, അതല്ല നെയിൽ കോൺസ് ആണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന പോലെ നെയിൽ കോൺ അവൈലബിൾ ആണ്. ഇനി ലിക്വിഡ് മിക്സ് ചെയ്ത പേസ്റ്റ് മാത്രമായിട്ടാണ് വേണ്ടതെങ്കിൽ അങ്ങനെയും ലഭിക്കും കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഈ ലിക്വിഡ് യൂസ് ചെയ്തിട്ട് ഈസി ആയിട്ട് നെയിൽ കോൺസ് ഉണ്ടാക്കാം കേട്ടോ. ഒരു പാത്രത്തേക്ക് ഈ ലിക്വിഡ് ഫുള്ളായിട്ട് ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് മൈദയാണ് മിക്സ് ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിൻ്റെ കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് ഉടച്ചെടുക്കണം. ഈ ഒരു ലിക്വിഡ് നമ്മൾ ഫ്രിഡ്ജിൽ വേണം കേട്ടോ സ്റ്റോർ ചെയ്യാനായിട്ട്. 100 ഗ്രാംസ് മുതൽ അവൈലബിൾ ആണ്. പ്രൊഡക്റ്റ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. മിക്സ് ചെയ്യുന്ന സമയത്ത് പേസ്റ്റ് ഒരുപാട് ലൂസ് ആവാനോ ഒരുപാട് ടൈറ്റ് ആവാനോ പാടില്ല കേട്ടോ. ഈ കാണുന്ന ഒരു രീതിയിൽ വേണം ഇതിൻ്റെ കൺസിസ്റ്റൻസി. എന്നാൽ മാത്രമാണ് നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് നെയിൽസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഈസി ആയിട്ട് നമ്മുടെ നെയിൽ പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ബാക്കി ഇനി ഫില്ലിംഗ് ആണ്. നമ്മൾ കോൺസിൽ പേസ്റ്റ് ഫില്ല് ചെയ്യാണ് കേട്ടോ. ഇങ്ങനെയാണ് ഫൈനലി നമ്മൾ നെയിൽ കോൺസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ലിക്വിഡായിട്ടും അല്ലെങ്കിൽ പേസ്റ്റ് ആയിട്ടും അതല്ലെങ്കിൽ കോണായിട്ടും ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. കോൺസൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ ഫ്രീസറിൽ വേണം സ്റ്റോർ ചെയ്യാനായിട്ട്. ഇപ്പോൾ അത് ഞാൻ ഫ്രീസറിൽ വെച്ച് പുറത്തെടുത്തതാണ് കേട്ടോ. നമുക്ക് എത്ര നാൾ ഫ്രീസറിൽ വെക്കുന്നോ അത്രയും നാൾ ഇത് ലാസ്റ്റ് ചെയ്യും. ഓർഗാനിക് ആയ കാരണം പുറത്ത് ഒരുപാട് നാൾ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നാശമായി പോകുന്നത് കൊണ്ടാണ് കേട്ടോ. ഉപയോഗിക്കുന്നതിന് തൊട്ട് മുന്നേ പുറത്തെടുത്ത് വെക്കുക. ആവശ്യം കഴിഞ്ഞാൽ തിരിച്ചതുപോലെ തന്നെ ഫ്രീസറിൽ വെക്കുക. ഇതേ കണ്ടോ, ഇതിൻ്റെ കൺസിസ്റ്റൻസി എത്ര സ്മൂത്തായിട്ടാണ് വരുന്നത്. നമ്മുടെ നെയിൽസിൽ ഈസി ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. പല നാട്ടിലും പല പേരിലാണ് ഈ ഒരു മെഹന്തി അറിയപ്പെടുന്നത്. പാട്ട മൈലാഞ്ചി, ശർക്കര മൈലാഞ്ചി, ജീരക മൈലാഞ്ചി, അങ്ങനെ പല സ്ഥലത്തും പല പേരിലാണ് കേട്ടോ ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ എൻ്റെ ഈ ഒരു ബ്രാൻഡിൻ്റെ മെഹന്തി എൻ്റെ കയ്യിൽ തന്നെ ഞാൻ അപ്ലൈ ചെയ്തിട്ട് ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. രാത്രിയിലാണ് ഞാൻ പേസ്റ്റ് അപ്ലൈ ചെയ്യുന്നത്. മോർണിംഗ് വരെ നമ്മുടെ കയ്യിൽ ഈ ഒരു പേസ്റ്റ് ഇരിക്കുകയാണെങ്കിൽ അത്രയും കളർ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതേ ഞാൻ എല്ലാ വിരലിലും മെഹന്തി അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്ലൈ ചെയ്യുന്ന സമയത്തുള്ള ഈ ഒരു കളർ നിങ്ങൾ കണ്ടില്ലേ. അതിനുശേഷം ഇതൊന്ന് ഉണങ്ങി വരുന്ന സമയത്ത് കുറച്ചും കൂടി ഡാർക്കായിട്ട് വരും. വലത്തെ കയ്യിൽ നല്ല ഡാർക്കും ഇടത്തെ കയ്യിൽ അത്ര ഡാർക്കായിട്ടില്ല. ഇത് കുറച്ചുകൂടി സമയം കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ഡാർക്കാവും. അങ്ങനെ ഇതേ മോർണിംഗിൽ നന്നായിട്ട് പേസ്റ്റ് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കളയാണ്. ഏകദേശം ഇത്രത്തോളം കളർ എൻ്റെ നെയിൽസിന് വന്നിട്ടുണ്ട് കേട്ടോ മോർണിംഗിൽ. അങ്ങനെ രണ്ട് കയ്യിലത്തെയും പേസ്റ്റ് ഞാൻ കളഞ്ഞ് നോക്കുമ്പോൾ രാവിലെ ഈ ഒരു കളറാണ് കേട്ടോ എനിക്ക് വന്നിട്ടുള്ളത്. ഫസ്റ്റ് കോട്ട് അപ്ലൈ ചെയ്ത് മോർണിംഗിൽ ഇത്രയും സ്റ്റെയിൻ വന്നിട്ടുണ്ട്. ഇനി ഇത് ഈവനിങ് ആകുമ്പോൾ അതേ കാണുന്ന പോലെ കുറച്ചും കൂടി ഡാർക്കായി വരും കേട്ടോ. 2 പ്രാവശ്യം അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു കളർ നമ്മുടെ നെയിൽസിന് കിട്ടും കേട്ടോ. പിന്നെയും നിങ്ങൾക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഇട്ട് കൊടുത്താൽ മതി. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആകുമ്പോൾ ഒന്നും കൂടി സ്റ്റെയിൻ ഡാർക്ക് ആയിട്ടുണ്ടാവും കേട്ടോ. നമുക്ക് ഫസ്റ്റ് ഡേനേക്കാളും നല്ല വ്യത്യാസം നെയിൽസിലുണ്ട്. ഇന്ന് ഞാൻ ഒരു കോട്ടും കൂടിയും ഇതിൽ അപ്ലൈ ചെയ്യും. അതിന് ശേഷമുള്ള ഫൈനൽ റിസൾട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. 2 തവണയായിട്ട് എൻ്റെ നെയിലിൽ ഞാൻ നെയിൽ പേസ്റ്റ് അപ്ലൈ ചെയ്തപ്പോൾ ഈ ഒരു കളറാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഡാർക്ക് കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു 100% ഓർഗാനിക് ആയിട്ടുള്ള നെയിൽ കോൺസ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നെയിൽ കോൺസും ഹാൻഡ് കോൺസും ഒക്കെ അവൈലബിൾ ആണ്. വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.